യൂറോപ്പും ഏഷ്യയും കൂടിച്ചേർന്ന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ രാജ്യമാണ് ജോർജിയ. ജോർജിയയിലെ തന്നെ ഏറ്റവും പൗരാണികവും പ്രകൃതി സൗന്ദര്യവും ഒത്തുചേർന്ന ഒരു നഗരമാണ് കുട്ടേസി. ചരിത്രപരമായ പഴയ കെട്ടിടങ്ങളും ചുവർ ചിത്രങ്ങളും ചുറ്റും പച്ച വിരിച്ച മലനിരകളും എല്ലാം ചേർന്ന ഒരു പ്രകൃതി രമണീയമായ മനോഹരമായ യൂറോപ്യൻ സ്റ്റൈൽ ടൗൺ ആണ് കുട്ടേസി. എല്ലാവർക്കും ഞങ്ങളുടെ ജോർജിയൻ യാത്രയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഈ യാത്ര പോയത് 2025 ജൂലൈയിലാണ്. ആ സമയത്ത് മിഡിൽ ഈസ്റ്റിൽ യുദ്ധസമാനമായ സിറ്റുവേഷൻ ആയതിനാൽ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് കൺഫേം ആയത് തലേദിവസം മാത്രമാണ്. ജോർജിയയിൽ UAE റെസിഡൻ്റായ ഇന്ത്യൻസിന് വിസ ഓൺ അറൈവൽ ആയതിനാൽ തന്നെ ജസ്റ്റ് ഹോട്ടൽ ബുക്ക് ചെയ്ത് ഞങ്ങൾ യാത്രയായി. എയർപോർട്ട് ഇമിഗ്രേഷൻ എല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അവിടെ നിന്നും ബോൾട്ട് ആപ്പ് വഴി ടാക്സി വിളിച്ചാണ് ഞങ്ങൾ കുട്ടേസി ടൗണിലേക്ക് പോയത്. സാധാരണയായി യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ ഹോട്ടലാണ് ബുക്ക് ചെയ്യാറ്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ ഹോം സ്റ്റേ ആയിരുന്നു പ്രിഫർ ചെയ്ത്. ജോർജിയയുടെ യഥാർത്ഥ കൾച്ചർ മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു ഇത്. റൂമിലെത്തിയ ശേഷം ഞങ്ങൾ ആദ്യമായി പോയത് കുട്ടേസി സെൻട്രൽ പാർക്കിലേക്കാണ്. ഒരു ചെറിയ പാർക്ക്, നല്ല പച്ച നിറത്തിലുള്ള പുല്ലുകൾ, ചെറിയ ഫൗണ്ടൻ, ഇരിക്കാനുള്ള ചെയറുകൾ, നടപ്പാതകൾ എല്ലാം ഉള്ള ഈ ചെറിയ പാർക്ക് സിറ്റിയുടെ ഒത്ത നടുക്കാണ് സ്ഥിതി ചെയ്യുന്നത്. പാർക്കിൻ്റെ ഫ്രണ്ടിലായി കോൾക്കിഷ് ഫൗണ്ടൻ നമുക്ക് കാണാം. ഈ ഫൗണ്ടൻ പൗരാണികമായ കോൾക്കിഷ് സാമ്രാജ്യത്തിൻ്റെ കഥകളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു. കുട്ടേസി സെൻട്രൽ പാർക്കിൻ്റെ തൊട്ട് സൈഡിലായിട്ട് കാണുന്നതാണ് കുട്ടേസി സെൻട്രൽ ഹാൾ. സെൻട്രൽ ഹാളും അതിനോടനുബന്ധിച്ചുള്ള ഒരുപാട് നല്ല സ്കൾപ്ചേഴ്സും ചെറിയ പൂന്തോട്ടവും നമുക്കവിടെ കാണാം. അടുത്തതായി ഞങ്ങൾ പോകുന്നത് കുട്ടേസിയിലെ നാഷണൽ മോണ്യുമെൻ്റായ പ്രൊമറ്റ്യൂസ് കേവിലേക്കാണ്. ഈ കേവിലേക്ക് 25 ജെല്ലാണ് ഇവിടുത്തെ എൻട്രൻസ് ഫീ. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീയും 6 മുതൽ 18 വയസ്സ് വരെ കുട്ടികൾക്ക് 5.5 ജെല്ലുമാണ് ഇവിടുത്തെ ചാർജ്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഏകദേശം 30-40 ആളാകുമ്പോൾ ഒരു ഗൈഡ് വന്ന് നമുക്ക് ക്ലാസ്സുകൾ എടുത്തു തരും. അതിനുശേഷമാണ് ഗേറ്റിലേക്ക് പോകുന്നത്. ഏകദേശം 150ഓളം സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ടാണ് നമ്മുടെ കേവിൻ്റെ എൻട്രൻസിലേക്ക് എത്തുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ട ഈ കേവ് ഏകദേശം 11 കിലോമീറ്റർ നീളമുണ്ട്. ഇതിൽ 1.5 കിലോമീറ്റർ മാത്രമേ ടൂറിസ്റ്റുകൾക്ക് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. ഈ കേവിനുള്ളിൽ വലിയ 22 ഹാളുകളുണ്ട്. ഇതിൽ 6 എണ്ണം മാത്രമേ ഇതുവരെ ടൂറിസ്റ്റുകൾക്ക് ഓപ്പൺ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ കേവിൻ്റെ ടെമ്പറേച്ചർ 14 ഡിഗ്രിയായിട്ട് നിലനിർത്തിയിട്ടുണ്ട് എല്ലാ കാലാവസ്ഥയിലും. അനേകായിരം വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ട കാർബണേറ്റ് കാസ്റ്റ് രൂപങ്ങളാണ് ഈ ഗുഹയ്ക്കുള്ളിൽ പ്രധാനമായിട്ടും ഉള്ളത്. ഇതുകൂടാതെ ചെറിയ വെള്ളച്ചാട്ടങ്ങളും തടാകങ്ങളും നമുക്ക് ഈ ഗുഹയ്ക്കുള്ളിൽ കാണാം. വ്യത്യസ്തമായ ലൈറ്റുകൾ കൊണ്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഈ ഗുഹ സന്ദർശകർക്ക് എപ്പോഴും ഒരു അത്ഭുതമായി തോന്നും. ഏറെക്കുറെ 1.5 മണിക്കൂറോളം ഗുഹയ്ക്കുള്ളിൽ ചെലവഴിച്ചതിന് ശേഷമാണ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനാവുക. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ബസ് ലഭിക്കും. അതുവഴി നമുക്ക് എൻട്രൻസിലേക്ക് തിരിച്ചെത്താൻ പറ്റും.
കുട്ടേസിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ ഞങ്ങൾ കണ്ടതാണ് ഈ ഫ്രൂട്ട്സിൻ്റെ മരങ്ങൾ. ഇവിടെ ആപ്പിൾ, പീച്ച്, പലതരത്തിലുള്ള ഫ്രൂട്ട്സുകളും ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ അവൈലബിൾ ആണ്. കുട്ടേസിലെ ഒട്ടുമിക്ക വീടുകളിലും ഗ്രേപ്സിൻ്റെയും പീച്ചിൻ്റെയും മരങ്ങൾ നമുക്ക് കാണാം.